ഹായ് ഓൾ, വെൽക്കം ടു എജുവാലി. നമ്മളിന്ന് ക്ലർക്ക് ടൈപ്പിസ്റ്റ് എക്സാം അതുപോലെ തന്നെ ഇപ്പോൾ വിളിച്ചിട്ടുള്ള ഹൈക്കോർട്ട് കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ ക്ലാസ്സസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് കുറേ പഠിക്കാനുള്ള ടോപ്പിക്കുകൾ നമ്മളുടെ ചാനലിൽ തന്നെ അവൈലബിൾ ആണ്. അത് ഞാൻ പല പ്ലേലിസ്റ്റ് ആയിട്ട് ഇട്ടേക്കാം. ഇന്ന് നമ്മൾ പഠിക്കുന്നത്, ഇനിയുള്ള കുറച്ച് നാളുകളിൽ നമ്മൾ പഠിക്കുന്നത് വളരെ ബേസിക് ആണെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ അവിടുന്ന് കുഴപ്പിക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസും വരാറുണ്ട്. അങ്ങനെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഒരു കമ്പാരിസൺ പോലെയുള്ള സ്റ്റഡിയാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് രണ്ട് എക്സാമിനും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സേവ് ആൻഡ് ഓപ്പൺ എന്ന് പറയുന്ന രണ്ട് കണ്ടന്റിനെ കുറിച്ചാണ്. നമുക്കറിയാം, സേവ് അതുപോലെ ഓപ്പൺ, ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ കമ്പ്യൂട്ടറിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയ കാലം തൊട്ടേ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? സേവ് എന്താണെന്നും ഓപ്പൺ എന്താണെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെയും ഞാനിതെന്താ പറയണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടുന്ന് കുറച്ച് കൺഫ്യൂസ് ചെയ്യിക്കുന്ന, അല്ലെങ്കിൽ ഒന്ന് സമയം കളയാൻ സഹായിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ സമയം കുറച്ച് കളയിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. കുറച്ചെന്ന് പറഞ്ഞാൽ 2 പോയിന്റേ ഉള്ളൂ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ സേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളുടെ ഡോക്യുമെന്റ്, നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ആ ഫയൽ എന്തു ആവട്ടെ, ആ പ്രോഗ്രസ് സേവ് ചെയ്യാണ്. ഫ്യൂച്ചറിൽ ആവശ്യം വരുമ്പോൾ പെട്ടെന്ന് ആക്സസ് ചെയ്യാനും, അതുപോലെ തന്നെ ആ പ്രോസസ്സ് അല്ലെങ്കിൽ പ്രോഗ്രസ് എന്ത് ചെയ്യാണ്? സേവ് ചെയ്യുക, സ്റ്റോർ ചെയ്ത് വെക്കുന്ന അതിനെയാണ് നമ്മൾ സേവ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഏതെങ്കിലും ഫയലോ ഫോൾഡറോ പ്രോഗ്രാമോ ഒക്കെ ഉപയോഗിക്കാനായിട്ട് എടുക്കുന്നതിനെയാണ് ഓപ്പൺ എന്ന് പറയുന്നത്. ഇത് നമുക്കറിയുന്ന കാര്യമാണ്. പക്ഷേ നമ്മൾ ഇനി പഠിക്കേണ്ടത് ഇതിന്റെ ഡാറ്റ ഫ്ലോ എങ്ങനെയാണ് എന്നറിയണം, അല്ലെങ്കിൽ ഇതിന്റെ സോഴ്സ് എന്താണ്, ഡെസ്റ്റിനേഷൻ എന്താണ് എന്ന് പഠിക്കണം. അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ സേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടുന്ന് എങ്ങോട്ട് പോകുന്നതാണ്? റാമിൽ നിന്നും സ്റ്റോറേജ് മീഡിയത്തിലേക്ക് പോകുന്നതാണ്. ഓർക്കണം, നമ്മൾ ഒരു ടാസ്ക് ചെയ്യാണ്. ഇപ്പൊ നിങ്ങൾ ക്ലാസ് കാണുമ്പോൾ ഞാനിവിടെ പവർ പോയിന്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്, റെക്കോർഡിംഗ് സോഫ്റ്റ്വെയർസ് ഉണ്ട്, മൈക്ക് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അറ്റ് എ ടൈം റണ്ണ് ചെയ്യുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഏത് മെമ്മറിയിലാണ് നിൽക്കുന്നത്? ഏതാണ് നമ്മുടെ വർക്കിംഗ് മെമ്മറി? യെസ്, റാം ആണ് അല്ലേ. റാമിന്റെ ഫുൾ ഫോം എന്തായിരുന്നു? റാൻഡം ആക്സസ് മെമ്മറി എന്നാണ് അല്ലേ. റാൻഡം ആക്സസ് മെമ്മറി എന്നുള്ളതാണ് ഫുൾ ഫോം. അപ്പോൾ റാമിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ വക കാര്യങ്ങൾ, പാട്ട് കേൾക്കണത്, ഡോക്യുമെന്റ് റൈറ്റ് ചെയ്യണത്, സ്പ്രെഡ്ഷീറ്റ് എഴുതുന്നത്, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് റാമിൽ നിന്നുകൊണ്ടാണ്. അപ്പം നമ്മളിത് സേവ് ചെയ്യണം. റാമിൽ നിൽക്കുമ്പോൾ സേവ് ചെയ്തില്ലെങ്കിൽ എന്തുണ്ടാവുക? കറണ്ട് പോയി കഴിയുമ്പോൾ അതങ്ങ് പോവും. എന്താണ് കാരണം? റാം ഈസ് എന്താണ്? വോളറ്റൈൽ മെമ്മറി. പവർ നഷ്ടമായി കഴിഞ്ഞാൽ അതിനകത്തുള്ള കണ്ടന്റുകൾ നഷ്ടമാകുന്ന ടൈപ്പ് മെമ്മറിയാണ് റാൻഡം ആക്സസ് മെമ്മറി. അപ്പോൾ റാമിൽ നിന്നുകൊണ്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മളുടെ എന്തെങ്കിലും ഇന്ററപ്റ്റുകൾ വരുന്നതിന് മുമ്പ് തന്നെ നമ്മളുടെ കണ്ടന്റ് സേവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, സേഫ് ആക്കി ഒരിടത്ത് സ്റ്റോർ ചെയ്യണം എന്നുണ്ടെങ്കിലാണ് നമ്മൾ സേവ് എന്ന് പറയുന്ന പ്രോസസ്സ് ഉപയോഗിക്കുന്നത്. ആൻഡ് അതെന്തെന്നാ പറയുന്നത്? അതിന്റെ സോഴ്സ് പറഞ്ഞ എവിടുന്ന് എങ്ങോട്ടാണ് ഡാറ്റ പോകുന്നത്? റാമിലുള്ള കണ്ടന്റിനെ, ഡാറ്റേനെ ഓർ ഇൻഫർമേഷനെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? സ്റ്റോറേജ് മീഡിയം എന്ന് പറയുമ്പോൾ ഏതാണ്? നമ്മൾ യൂസറിന്റെ ഫയലൊക്കെ എവിടെയാണുള്ളത്? എവിടെയാണ് യൂസറിന്റെ ഫയലുകൾ ഉള്ളത്? എവിടെയാ? സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് ആണ് അല്ലേ. ഹാർഡ് ഡിസ്ക് ആവാം, ഫ്ലോപ്പി ഡിസ്ക് ആവാം, അതുപോലെ തന്നെ എന്താണ്, CD ആവാം, ബ്ലൂറേ ഡിസ്ക് ആവാം, അങ്ങനെ. അപ്പോൾ റാമിലുള്ള കണ്ടന്റിനെ റാമിൽ നിന്നും സ്റ്റോറേജ് മീഡിയത്തിലേക്ക് റൈറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സേവ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? റാമിൽ നിന്നും സ്റ്റോറേജ് മീഡിയത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് സേവ്. ഇനി അവിടുന്ന് തിരിച്ചു കൊണ്ടുവരുന്നതാണ് ഓപ്പൺ. ഓക്കെ, സ്റ്റോറേജ് മീഡിയത്തിലുള്ള ഒരു ഡാറ്റയെ റീഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ലോഡ് ചെയ്യുന്നതോ, എങ്ങോട്ടാ ലോഡ് ചെയ്യുന്നത്? റാമിലേക്ക്. അതിനെയാണ് നമ്മൾ ഓപ്പൺ എന്ന് പറയുന്നത്. രണ്ടിന്റെയും ഷോർട്ട് കട്ട് അറിയാലോ, Ctrl+S, Ctrl+O. ഇത് നമുക്ക് അറിയുന്നതാണ്. അപ്പൊ സേവ് എന്ന് പറയുമ്പം ആ ഫയല് എവിടെ നിന്ന് എങ്ങോട്ട് വരുന്നു? സേവ് എന്ന് പറയുമ്പോൾ എവിടെ നിന്ന് എങ്ങോട്ട് വരുന്നു? റാമിൽ നിന്നും എങ്ങോട്ടാ പോകുന്നേ? സ്റ്റോറേജ് മീഡിയത്തിലേക്ക് പോകുന്നു. മനസ്സിലായോ? റാമിൽ നിന്നും സ്റ്റോറേജ് മീഡിയത്തിലേക്ക് പോകുന്നു. ഓപ്പൺ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫയൽ എവിടെ നിന്നാണ് എങ്ങോട്ട് വരുന്നത്? സ്റ്റോറേജ് മീഡിയത്തിൽ നിന്നും എങ്ങോട്ട് വരികയാണ്? റാമിലേക്ക് വരികയാണ്. അത് കൃത്യമായിട്ട് പഠിക്കണം. പുതിയ ചോദ്യങ്ങളിൽ അത് കാണുന്നുണ്ട്. ഇനി ഇത് നോക്കുക. ഇവിടെ നമ്മളുടെ എല്ലാ ടാസ്കുകളും എവിടെയാണ് പെർഫോം ചെയ്യുന്നത്? നമ്മൾ എവിടെ നിന്നുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്? റാമിൽ നിന്നുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു, റാമിന്റെ ഫുൾ ഫോം റാൻഡം ആക്സസ് മെമ്മറി ആണ്.
വോളറ്റൈൽ മെമ്മറിയാണത്. കറണ്ട് പോയി കഴിഞ്ഞാൽ, പവർ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നഷ്ടമാകുന്ന മെമ്മറിയാണ്. ഇനി യൂസറിന്റെ ഫയല്, കമ്പ്യൂട്ടറിനകത്ത് നമ്മൾ കുറെ പാട്ടുകളും ഫോട്ടോസും ഒക്കെ സേവ് ചെയ്തിടാറുണ്ട് അല്ലെ? അതൊക്കെ എവിടെയാണുള്ളത്? അതൊക്കെ എവിടെയാണ്? സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസിനകത്താണ്. ക്ലിയർ? സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ഹാർഡ് ഡിസ്ക് ആവാം, ഫ്ലോപ്പി ഡിസ്ക് ആവാം, DVD ആവാം, CD ആവാം, ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്, ആ ടൈപ്പ്. ഇനി മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് തന്നെ പ്രോഗ്രാമിംഗ് ചെയ്തിട്ടുള്ള ഒരു മെമ്മറി ഉണ്ട് നമുക്ക്. അതിനകത്ത് ഈ കമ്പ്യൂട്ടറിന്റെ ഫിസിക്കൽ ഇൻഫർമേഷൻസ്, ബേസിക് ഇൻഫർമേഷൻസ്, സ്റ്റാർട്ടപ്പ് പ്രോഗ്രാമുകളൊക്കെയാണ് എഴുതിയിട്ടുണ്ടാവുക. അതെവിടെയാണ് എഴുതിയേക്കുന്നത്? റോമിനകത്താണ്. അപ്പൊ അത് കൃത്യമായിട്ട് ഓർക്കണം. വർക്കിംഗ് മെമ്മറി എന്ന് പറയാൻ കാരണം നമ്മൾ റാമിൽ നിന്നുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. റാം കറണ്ട് പോയി കഴിഞ്ഞാൽ നഷ്ടമാകും. അങ്ങനെ നഷ്ടമാകാതിരിക്കാൻ വേണ്ടി നമ്മൾ സേവ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യുന്നു. അപ്പൊ സേവ് ചെയ്യുന്ന സമയത്ത് റാമിൽ നിൽക്കുന്ന കണ്ടന്റ് എങ്ങോട്ട് പോവും? സ്റ്റോറേജ് മീഡിയത്തിലേക്ക് പോകും. നമ്മൾ ഏതാണോ ലൊക്കേഷൻ പറഞ്ഞേക്കുന്നത് ആ സ്റ്റോറേജ് മീഡിയത്തിലേക്ക് പോവും. ഇനി ഇപ്പുറത്താണെങ്കിലോ, ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ, എവിടെയാണോ നമ്മൾ സേവ് ചെയ്തിട്ടുള്ളത്, ഏത് സ്റ്റോറേജ് മീഡിയത്തിലാണോ നമ്മൾ സേവ് ചെയ്തിട്ടുള്ളത്, അവിടെ നിന്ന് എങ്ങോട്ട് വരും? റാമിലേക്ക് വരും. അപ്പോൾ ക്ലിയർ ആയല്ലോ? അപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ എഴുതാം, സേവ് അതുപോലെ തന്നെ ഓപ്പൺ. അപ്പോൾ സോഴ്സ് എവിടെയാണ്? റാം ആണ് സോഴ്സ്. എങ്ങോട്ടാ പോകുന്നേ? ഡെസ്റ്റിനേഷൻ എവിടെയാണ്? സ്റ്റോറേജ് മീഡിയ ആണ്. ക്ലിയർ? ഇനി ഓപ്പൺ ചെയ്യുന്ന സമയത്ത് സോഴ്സ് എവിടെയാണ്? സ്റ്റോറേജ് മീഡിയ ആണ്. ഡെസ്റ്റിനേഷൻ എങ്ങോട്ടേക്കാ വരുന്നേ? ഡെസ്റ്റിനേഷൻ എങ്ങോട്ടാണ്? റാം ആണ്. അപ്പൊ ഈ സോഴ്സ് ഏതാണ്, ഡെസ്റ്റിനേഷൻ ഏതാണ് എന്നുള്ള രീതിയിൽ കൃത്യമായിട്ട് പഠിക്കുക. ഇങ്ങനെ ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കുറച്ച് നാളത്തേക്ക് നമ്മൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നോക്കുക. അപ്പോൾ നേരത്തെ പഠിച്ചു തുടങ്ങുക. എത്ര നേരത്തെ പഠിച്ചു തുടങ്ങുന്നോ അത്രത്തോളം ക്വസ്റ്റ്യൻസും കണ്ടന്റുകളും നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. കുറച്ചും കൂടെ എക്സാം എളുപ്പമാക്കാനായിട്ട് അത് സഹായിക്കും. അപ്പോൾ എന്തായാലും ഇനി ഉഷാറായിട്ട് പഠിക്കുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഫൈൻ, താങ്ക് യു.